നിലമ്പൂരിന്റെ മനസ്സ് കീഴടക്കി LDF സ്ഥാനാർത്ഥി M സ്വരാജ് പ്രചാരണം തുടരുന്നു. ഇന്ന് പോത്തുകല്ല് പഞ്ചായത്തിലാണ് പര്യടനം. വൈകിട്ട് 3 മണിക്ക് പോത്തുകല്ലിൽ നിന്ന് പര്യടനം ആരംഭിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. സ്വാലിഹ്, വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് M സ്വരാജ് സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ആദ്യഘട്ട സ്വീകരണ പരിപാടികൾ അവസാനിച്ച് ഇന്ന് പോത്തുകല്ലിൽ വീണ്ടും സ്വീകരണ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് വൻപിച്ച ഒരു ജനപിന്തുണ സ്വാലിഹിന് വിവിധ മേഖലകളിൽ നിന്ന് പാർട്ടിക്ക് പുറത്ത്, മുന്നണിക്ക് പുറത്ത് സ്വരാജിന് ലഭിക്കുന്നുണ്ട്? എന്താണ് പര്യടനത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. ഇന്ന് പോത്തുകല്ല് പഞ്ചായത്തിലാണ് പര്യടനം. വൈകിട്ട് 3 മണിക്ക് പോത്തുകല്ലിൽ നിന്ന് പര്യടനം ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. നിലമ്പൂരിൻ്റെ മനസ്സ് കീഴടക്കിയാണ് M സ്വരാജിൻ്റെ പര്യടനം തുടരുകയും ചെയ്യുന്നത്. KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എങ്ങനെയാണ് ഇന്നത്തെ പര്യടന പരിപാടികൾ? വളരെ കൃത്യമായി തന്നെ വലിയ വൻപിച്ച ജനപിന്തുണ സ്വരാജിന് കിട്ടുന്നുണ്ട്. അത് പാർട്ടിക്ക്, മുന്നണിക്ക് പുറത്തുനിന്ന് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള പിന്തുണ സ്വരാജിന് ലഭിക്കുന്നു. സ്വാലിഹ്, സിജു, ഇനി 6 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിനുള്ളത്. വലിയ ആവേശം നിറഞ്ഞ പ്രചരണത്തിലേക്ക് നിലമ്പൂർ കടന്നിട്ടുണ്ട്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. M സ്വരാജിൻ്റെ ആദ്യഘട്ട പര്യടനം ഇന്നലെ പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ട പര്യടനം ഇന്ന് ആരംഭിക്കും. 3 മണിയോടെയാണ് പര്യടനം. രാവിലെ പ്രധാനപ്പെട്ട പരിപാടികളില്ല. ചില സ്വകാര്യ വ്യക്തികളെ സന്ദർശിക്കലും മറ്റുമൊക്കെയാണ് രാവിലെ പരിപാടികൾ. 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ നാടായ പോത്തുകല്ലിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം, രണ്ടാം ഘട്ട പര്യടനം ആരംഭിക്കുന്നത്. വലിയ ആവേശം ഇടതു കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ കുടുംബയോഗങ്ങളും മറ്റുമായി പ്രവർത്തകരും നേതാക്കളും ഒക്കെ സജീവമാണ്. ഏതാണ്ട് 10 മന്ത്രിമാർ മണ്ഡലത്തിൽ ഇന്നും ക്യാമ്പ് ചെയ്ത് വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി കൂടി മണ്ഡലത്തിലുണ്ടാവും. പ്രചാരണത്തിന് നേതൃത്വം നൽകും. 15-ന് UDF-ന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെത്തുന്നുണ്ട്. PV അൻവറിന് വേണ്ടി യൂസഫ് പഠാനും 15-ന് ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്നുണ്ട്. ഇത്തരത്തിൽ പരമാവധി നേതാക്കളെയൊക്കെ എത്തിച്ച് വലിയ ആവേശം നിറഞ്ഞ പ്രചരണത്തിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ കടക്കുന്നത്. സിജു, സ്വാലിഹ്, വളരെ കൃത്യമായി തന്നെ ആത്മവിശ്വാസത്തിൽ, ആവേശത്തോടെ പ്രചാരണം നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. LDF-ന് തന്നെയാണ് മേൽക്കൈ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സെക്രട്ടേറിയറ്റ് അങ്ങനെ വിലയിരുത്തുകയും ചെയ്തു. നിലവിൽ അടിപതറിയ UDF പരാജയഭീതിയിൽ വർഗീയ കക്ഷിയായ ജമാഅത്ത് ഇസ്ലാമിയുമായി, അവരുടെ പാർട്ടിയെ വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നതടക്കം കണ്ടതാണ്. ഒപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ നടത്തിയ നുണപ്രചരണങ്ങൾ. ഒരു 15 വയസ്സുകാരൻ്റെ മരണത്തെപ്പോലും ദുഷ്ടലാക്കോടുകൂടി കണ്ട കോൺഗ്രസിൻ്റെ നിലപാടടക്കം കണ്ടതാണ്. ഈ രാഷ്ട്രീയത്തെ, UDF-ന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാൻ സ്വരാജിൻ്റെ പ്രചാരണ പരിപാടികളിൽ അടക്കം കഴിയുന്നുണ്ട്. സ്വരാജ് അത് കൃത്യമായി പറയുന്നുണ്ട്. സ്വരാജിനൊപ്പം വരുന്നവർക്ക്, സ്വരാജിൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നവർക്ക് അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ UDF-ന്റെ ജനവിരുദ്ധ രാഷ്ട്രീയം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. സിജു, LDF-നെ സംബന്ധിച്ചിടത്തോളം M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ ആവേശം നൽകിയിരുന്നു. ഇത് പാർട്ടി പ്രവർത്തകർക്ക്, LDF പ്രവർത്തകർക്കൊക്കെ വലിയ ആവേശം ആ സ്ഥാനാർത്ഥിത്വം തന്നെ നൽകിയിരുന്നു. പിന്നീട് നമുക്ക് ഈ പര്യടനങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത് വലിയ ആൾക്കൂട്ടവും വലിയ സ്വാധീനവും ഒക്കെ ഓരോ ദിവസവും കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. വലിയ ആത്മവിശ്വാസം ഇടതുമുന്നണി പ്രവർത്തകർക്ക് ഇത് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഇടപെടലുകളും നിലപാടുകളുമൊക്കെ വലിയ തോതിൽ ഈ മണ്ഡലം ചർച്ച ചെയ്യുന്നുണ്ട്. UDF-ലാകട്ടെ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ, ചർച്ചകൾക്ക് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. മറ്റു സുന്നി സംഘടനകൾ ഉൾപ്പെടെ കാന്തപുരം വിഭാഗമൊക്കെ വലിയ വിമർശനത്തോടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ഇത്തരത്തിൽ സാമുദായിക രാഷ്ട്രീയത്തിൽ പോലും വലിയ പ്രതിസന്ധി മുസ്ലിം ലീഗിനകത്തും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തുമൊക്കെ രൂപപ്പെട്ടു വരുന്ന ചർച്ചകളും ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധവുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മണ്ഡലത്തിൽ മാറിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും KT സ്വാലിഹാണ് നിലമ്പൂരിലെ M സ്വരാജിന്റെ സ്വീകരണ പരിപാടികൾ, പ്രചാരണ പരിപാടികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.